ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലീന റോയ് ഫ്രം LR ബൊട്ടിക് കൊമ്പടിഞ്ഞാമാക്കൽ. ഇന്ന് നമുക്ക് കുറച്ച് ചുരിദാർ മെറ്റീരിയലുകൾ കാണാം. പല ടൈപ്പ് ചുരിദാർ മെറ്റീരിയലുകളാണ്, പല റേറ്റുമാണ്. നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഫസ്റ്റ് വൺ വരുന്നത് നെറ്റ് കോട്ടയിൽ വരുന്നൊരു ഫാബ്രിക് ആണ്. ഇത് നെറ്റ് കോട്ട തന്നെ പല ടൈപ്പ് നെറ്റ് കോട്ടയുണ്ട്. കുറഞ്ഞതുണ്ട്, കൂടിയതുണ്ട്, കുറച്ചും കൂടി ക്വാളിറ്റി കുറഞ്ഞതുണ്ട്, കൂടിയതുണ്ട്. അപ്പോൾ ഇത് നല്ല ക്വാളിറ്റി ഉള്ള നെറ്റ് കോട്ടയാണ്. നല്ല സോഫ്റ്റും ആണ് ഈ മെറ്റീരിയൽ. ഇതിന്റെ ഇത് നല്ല ഒരു ബ്ലൂ ഷെയ്ഡിൽ വരുന്നതാണ്. വീഡിയോയിൽ കാണുന്ന കളർ കറക്റ്റ് കളറാണ്. പിന്നെ ഇതിന്റെ യോക്കിൽ ഇതുപോലെ ഒരു എംബ്രോയിഡറി വർക്കാണ്. നല്ല ഭംഗിയുള്ള ഒരു വർക്കാണിത്. പിന്നെ ഒക്കെ എല്ലാം പ്ലെയിൻ ആണ്, യോക്കിൽ മാത്രമാണ് ഇങ്ങനെ വർക്കുള്ളത്. ഇതിന്റെ ബോട്ടം വരുന്നത് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ബോട്ടം. ഇനി ഇതിന്റെ ഏറ്റവും അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ദുപ്പട്ടയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ട. ഇതുപോലെ ഡിസൈൻ ആണ്. അതുപോലെ 4 സൈഡിലും ഇതുപോലത്തെ ഒരു ലേസ് ഇങ്ങനെ വെച്ചിട്ട് അടിച്ചിരിക്കുന്നതാണ്. നല്ല ഭംഗിയുള്ള സെറ്റാണിത്. നല്ല കളറാണ്, ഒരു റയർ ഷെയ്ഡാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 1550. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ഡസ്റ്റി ഗ്രീൻ ആണ്. ചെറുപയർ പച്ചയുടെ ഒക്കെ ഒരു ലൈറ്റ് ഷെയ്ഡ്. അതും ഇതുപോലെ തന്നെ യോക്കിലാണ് ഇങ്ങനെയുള്ള ഒരു വർക്ക്. നല്ല ഭംഗിയുള്ള വർക്കാണ്, നല്ല കളറാണ്. ഇതാണ് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടന്റെ ബോട്ടാണ്. ഇതിന്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് ഇതുപോലെ നല്ല ഭംഗിയാണ് ഈ ദുപ്പട്ട കാണാനായിട്ട്. 4 സൈഡിലും ഇതുപോലത്തെ നെറ്റിന്റെ പീസ് അടിച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. ഫുള്ള് ഇതുപോലെ പ്രിന്റും ആണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനും ആണ്. അതുപോലെ നല്ല ക്വാളിറ്റിയുള്ള നെറ്റ് കോട്ടയാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 1550. ഇതിൽ ഇങ്ങനെ 2 ഷെയ്ഡ് മാത്രമാണ് ഉള്ളത് കേട്ടോ. നെക്സ്റ്റ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് സെമി ടെസറിൽ വന്നിരിക്കുന്ന ഒരു മെറ്റീരിയലാണ്. ഒരു ക്രീം കളറ് ആണ് ഈ മെറ്റീരിയലിന്റെ നിറം. ഇത് ക്രീം കളർ എന്ന് പറഞ്ഞാല് വെള്ള പോലത്തെ ക്രീം അല്ലാട്ടാ, അതിനേക്കാൾ കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുള്ള ഒരു ക്രീമാണ്. ഇതില് ഒരു 2-3 ഷെയ്ഡില് ചെറിയ ചെറിയ ഡിസൈനുകളാണ്. അതായത് ഒരു മൗ കളർ ഉണ്ട്, ഇവിടെ ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡ്, ഒരു യെല്ലോ ഷെയ്ഡ്, അങ്ങനെ 2-3 ഡിസൈനില് 2-3 ഷെയ്ഡില് ഇതുപോലെ ചെറിയ ചെറിയ ഒരു ഡിസൈനാണ് ഇതിൽ വന്നിരിക്കുന്നത്. പക്ഷെ ഇതിൽ ഏറ്റവും കൂടുതൽ പ്രോമിനന്റ് ആയിട്ട് ഉള്ളത് ഒരു മൗ കളറാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത്. ഏതാണോ അതിൽ പ്രോമിനന്റ് ആയിട്ടുള്ള കളറ്, ആ കളറായിരിക്കും ഇതിന്റെ ഈ സൈഡിലൊക്കെ ദുപ്പട്ടയുടെ സൈഡുകളിൽ വന്നിരിക്കുന്നത്. ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ്. ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് ഒരു സോഫ്റ്റ് കോട്ടണിലുള്ള ഒരു ബോട്ടം. ഇത് നല്ല കൂടിയ ടെസറാണ്. സെമി ടെസർ എന്ന് പറഞ്ഞാലും തീരെ ക്വാളിറ്റി കുറഞ്ഞതല്ല, നല്ല ടെസറിൽ വന്നിരിക്കുന്നതാണ്. നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ഇതൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇട്ട് കഴിയുമ്പോൾ നമുക്കൊരു സ്റ്റാൻഡേർഡ് ലുക്ക് തരുന്ന ഷെയ്ഡുകളാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 1850. നെക്സ്റ്റ് വരുന്നതും സെമി ടെസറിൽ തന്നെ വരുന്ന ക്രീം കളറിൽ തന്നെ വരുന്ന മെറ്റീരിയലാണ്. ഇതിലും അത് 2-3 ഷെയ്ഡിലാണ് ഇതിലത്തെ ഈ ചെറിയ ചെറിയ ഡിസൈനുകൾ വന്നിരിക്കുന്നത്. പക്ഷെ ഇതിൽ കൂടുതൽ പ്രോമിനന്റ് ആയിട്ട് നിൽക്കുന്നത് ഒരു ഡസ്റ്റി ഗ്രീൻ കളറാണ്. അപ്പൊ ഇതിന്റെ ഫ്രണ്ടിലും ബാക്കിലും ഇങ്ങനെ തന്നെ ഡിസൈൻ ആണ് കേട്ടോ. ഇതിലും സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടന്റെ ബോട്ടാണ്. ഇതിന്റെ ദുപ്പട്ട വരുന്നത് ആ ഡസ്റ്റി ഗ്രീനിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ആണ് ഇതിൽ വരുന്നത്. അത് ആ കളറാണ് ഇതിന്റെ 4 സൈഡിൽ വരുന്നത്. കണ്ടോ, ഇങ്ങനെ ഫുള്ള് കളർ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ്. അതുപോലെ തന്നെ ഇത് ഇടാനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ്. നമ്മൾ ലൈനിങ് ഒക്കെ ഇട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു പ്രീമിയം ലുക്ക് തരുന്ന ഒരു സെറ്റാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 1850. നെക്സ്റ്റ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇതൊരു സിൽക്കി ബേസ് മെറ്റീരിയൽ ആണ്. ഇതില് നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ഇതിൽ യോക്കിൽ വരുന്നത് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു ബ്രാസോന്റെ മെറ്റീരിയൽ ആണ് ഇവിടെ വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഒരു ക്രോഷ്യോ ലേസ് കൊണ്ട് അതിന് ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ എൻഡിൽ വരുന്നത് ഇതുപോലെയാണ്, ക്രോഷ്യോ ലേസും ഉണ്ട്. അതുപോലെ തന്നെ ബ്രാസോന്റെ ഒരു പീസാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. ഇനി ഇതിന്റെ ബോട്ടം വരുന്നത് സോഫ്റ്റ് കോട്ടണിൽ വന്നിരിക്കുന്ന ബോട്ടാണ്. ഇതിന്റെ ഷോളാണ് ഇതിന്റെ ഏറ്റവും ഭംഗി.
ബ്രാസോ ഷാളാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ഈ ബ്രാസോ ഷാള്. നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ഇതാ, ഇത് ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഇതിന്റെ വ്യൂ വരുന്നത് ഇങ്ങനെയാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 1550. ഇത് സിംഗിൾ പീസാണ്. ഈ ഒറ്റ കളർ മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് മെറ്റീരിയൽ വന്നിരിക്കുന്നതും ഒരു സെമി ടെസറിൽ തന്നെ വന്നിരിക്കുന്ന മെറ്റീരിയലാണ്. ഇതിന്റെ യോക്ക്, ഇതൊക്കെ നല്ല നീളവും വീതിയുള്ള തുണികളാട്ടോ. ഇതിന്റെ യോക്കിൽ വന്നിരിക്കുന്നത് ഇതാ ഇതുപോലെ ഒരു നോട്ടും പിന്നെ ഒരു ഫ്ലവറും ആണ്. റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് ഇതില് യോക്ക് വന്നിരിക്കുന്നത്. പിന്നെ ഇത് ലൈറ്റ് ഷെയ്ഡിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റണില്ലേ, താഴേക്ക് പോകും തോറും ഇങ്ങനെ ഒരു ഡാർക്ക് ഷെയ്ഡിലേക്ക്, ലൈറ്റിൽ നിന്ന് ഡാർക്ക് ഷെയ്ഡിലേക്ക് ഒരു ട്രാൻസിഷൻ ആണ്. ഇതിന്റെ കളർ വന്നിരിക്കുന്നത് ഒരു ഡസ്റ്റി ബ്ലൂവും ഗ്രീനും കൂടി മിക്സ് ചെയ്തൊരു കളറാണ്. ഇതിന്റെ ബാക്ക് സൈഡ് വന്നിരിക്കുന്നത് ഇതാ ഇതുപോലെയാണ്. ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് കോട്ടണിലുള്ള ബോട്ടം. ഇതിന്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് ഇതാ ഇതുപോലെ ഫുൾ ഫ്ലോറലായിട്ട്. ഇതിന്റെ സൈഡിൽ ഇതുപോലെ ഒരു ഗോൾഡൻ സെറി വീവും ഉണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വന്നിരിക്കുന്നത്. ഇതിന്റെ വ്യൂ വരുന്നത് ഇങ്ങനെയാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 1630. നെക്സ്റ്റ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഒരു കൗഡൻ ഗ്രീൻ കളറാണ്. ഇതും സെമി ടെസറിൽ തന്നെ വന്നിരിക്കുന്ന മെറ്റീരിയൽ ആണ്. പക്ഷെ ആദ്യം കാണിച്ച സെമി ടെസറിന്റെ അത്രയും ഹൈ ക്വാളിറ്റി അല്ല. ഇത് അതിനേക്കാൾ കുറച്ചുകൂടി ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയൽ ആണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 1250. പക്ഷെ ഇതും ഇടാനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ്. ഇതിന്റെ താഴ്ഭാഗത്തേക്ക് ഇതും നല്ല നീളവും വീതിയുള്ള തുണിയാട്ടാ. ഇതിന്റെ താഴ്ഭാഗത്തേക്ക് വരുമ്പോൾ ദാ ഇതുപോലെയാണ്, നിറച്ചും ഫ്ലോറൽസ് ആണ്. പിന്നെ ഇതിന്റെ ബാക്ക് സൈഡിൽ വരുമ്പോഴും ബാക്കിലും ഇങ്ങനെ തന്നെ ഒരു ഡിസൈൻ ഉണ്ട്. ഇതിന്റെ ബോട്ടം വരുന്നത് ഇതാ കോട്ടണിലുള്ള ഒരു ബോട്ടാണ്. ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇതാ സെന്ററില് ഒരു ലൈറ്റ് ഷെയ്ഡും എൻഡിലേക്ക് വരുമ്പോൾ ഇതുപോലെ ഫ്ലോറൽസോട് കൂടി വന്നിരിക്കുന്ന ഒരു ദുപ്പട്ടയാണ്. ഇങ്ങനെയാണ് ഇതിന്റെ വ്യൂ വരുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് 1250. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ല ഡാർക്ക് പീകോക്ക് ബ്ലൂ കളറാണ്. ഇതിന്റെ താഴേക്ക് വരുമ്പോൾ ഇതുപോലെ ഫ്ലോറലാണ്. ഇതിന്റെ ബാക്ക് സൈഡിലും ഇങ്ങനെ തന്നെ ഒരു ഫ്ലോറൽസ് ഉണ്ട് കേട്ടോ. ഇതിന്റെ ബോട്ടം വരുന്നത് കോട്ടന്റെ ബോട്ടാണ്. ഇതിന്റെയും ദുപ്പട്ട വരുന്നത് സെന്ററിൽ ലൈറ്റ് ഷെയ്ഡും താഴേക്ക് വരുമ്പോൾ ഡാർക്ക് ഷെയ്ഡും വിത്ത് ഫ്ലോറലും ആണ്. ഇതുപോലെയാണ്. ഇതിന്റെ ദുപ്പട്ടയ്ക്ക് നല്ല നീളവും വീതിയാണ്. ദുപ്പട്ടയൊക്കെ നല്ലതുപോലെ ഒതുങ്ങി കിടക്കുന്ന ദുപ്പട്ടയാണ് കേട്ടോ. പറന്നുള്ള ദുപ്പട്ടയല്ല. അതുപോലെ മെറ്റീരിയലും അതെ നല്ല മെറ്റീരിയൽ തന്നെയാണ്. 1250 ഇതിന്റെ റേറ്റ് വരുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡിലാണ്. ഇതുപോലെ ഇതിന്റെയും താഴ്വശത്ത് ഇങ്ങനെ ഫ്ലോറൽസ് ഉണ്ട്. ഇതിന്റെ ബാക്ക് സൈഡിലും താഴ്ഭാഗത്ത് ഇതുപോലെ ഫ്ലോറൽ വരുന്നതാണ്. ഇതിന്റെ ബോട്ടം വരുന്നത് ഡാർക്ക് മെറൂൺ ഷെയ്ഡിൽ തന്നെയുള്ള ബോട്ടാണ്. ഇതിന്റെയും ദുപ്പട്ട വരുന്നത് സെന്ററിൽ കുറച്ച് ലൈറ്റ് ഷെയ്ഡും എൻഡിലേക്ക് വരുമ്പോൾ നല്ല ഡാർക്ക് ഷെയ്ഡും ആണ് വരുന്നത് വിത്ത് ഫ്ലോറൽ. ഇങ്ങനെയാണ്. ഇതൊക്കെ നല്ല കംഫർട്ടബിൾ ആണ്. നല്ല നീളവും വീതിയുള്ള ചുരിദാർ മെറ്റീരിയലും ആണ്. ദുപ്പട്ടയാണ്. ദുപ്പട്ട നല്ല ഒതുങ്ങിക്കെടുക്കുന്ന ദുപ്പട്ടകളാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 1250. അപ്പോൾ ഇന്ന് ഈ കാണിച്ച മെറ്റീരിയലിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പോസ്റ്റ് വഴിയോ കൊറിയർ വഴിയോ ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഒരു കാര്യം, തിങ്കളാഴ്ച വീഡിയോസ് ഉണ്ടാവില്ല. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.